ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് വെസ്റ്റേൺ സംഗീതത്തിന്റെ ഒരു പുതുമ നമ്മളെ മലയാളികൾക്ക് മനസ്സിലാക്കി തന്ന, അല്ലെങ്കിൽ അവരെ അത് കൂടുതൽ ആസ്വദിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഗായികയാണ് ദ വെരി ബ്യൂട്ടിഫുൾ ടാലന്റഡ് സൈനോറ ഫിലിപ്പ്. എന്താണ് സായയുടെ വിശേഷങ്ങൾ? വിശേഷം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അത്ര ഭയങ്കര പ്രത്യേകിച്ചിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല, എല്ലാം ഹാപ്പി ആയിട്ട്. എങ്ങനെയാണ് സായയുടെ മോളെ കുറിച്ചിട്ട് പറയൂ? അവൾക്ക് പാട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? മോള് ടാലന്റഡ് ആണ്, പാടും ഡാൻസ് ഒക്കെ ചെയ്യും. പക്ഷെ എന്നെ പോലെ തന്നെയാണ് മാതിരി ഭയങ്കര മടിച്ചിയാ. അപ്പൊ ഇപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് മോളെ കമ്പൽ ചെയ്യാറുണ്ടോ? പണ്ട് അച്ഛൻ ചെയ്ത പോലെ ഡാഡി ചെയ്ത മാതിരി അടിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് തന്നെ ഇല്ല. പക്ഷെ ഇപ്പം മ്യൂസിക് ക്ലാസ്സിന് തന്നെ അവളിങ്ങനെ ലേസി ആയിട്ടും അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും പണ്ട് എന്റെ ഡാഡി എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ദൈവമേ. പക്ഷെ അത്രമാത്രം എഫർട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ചിട്ട് അവരുടെ ടാലന്റ് മനസ്സിലാക്കുന്നത് പാരന്റ്സ് ആണ് ബേസിക്കലി ആദ്യം. അപ്പൊ പക്ഷെ എനിക്കിപ്പോ എന്റെ ഡാഡി മമ്മി ഉള്ളത് കൊണ്ട് ഡാഡിയുടെ അടുത്ത് ഞാൻ പറയും എന്നെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അടിച്ചു. പക്ഷെ ഇപ്പൊ അവരെന്താ സംഭവം വെച്ചാൽ അവരിപ്പോ ഒരു മുത്തശ്ശി, ഒരു ഗ്രാൻഡ് ഒക്കെ ആയപ്പോ അവർക്കത് പറ്റൂല. അതെ, അവർക്ക് അവരെ മക്കളെ മറ്റേ ശിക്ഷിച്ചിട്ട് വളർത്തുന്ന മാതിരി കുട്ടികളെ, ചെറിയ കുട്ടികളെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോളിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക. എന്താ പേര്? സെന എന്നാണ് പേര്. സെന എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ആണ്. സെന എന്ന് പറയുന്നത് ഹോസ്പിറ്റബിൾ എന്നാണ് അർത്ഥം. അത് ശരി. അപ്പൊ അതും ഒരു വെറൈറ്റി നെയിം ആണല്ലേ, സെന. വീട്ടില് വിളിക്കുന്നതും അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ അമ്മയുടെ പാട്ടിന് എങ്ങനെയാണ്? അമ്മ ഇത് കൊള്ളില്ല, അമ്മ ഇത് അടിപൊളി, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അല്ല, അവൾ എന്റെ ഒരു ഫാനേ അല്ല. അവൾ എന്റെ ഏറ്റവും വലിയ ബൂം അയ്യോ ഇല്ല. ബിരിയാണിയുടെ ഒരു പാട്ട് പോലും എന്റെ മോളും അമ്മ അത് പാടുമോ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവള് ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പാട്ടിനെ കാട്ടിയും കൂടുതൽ അവള് നന്നായി വരയ്ക്കും. അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ആ വർഷം ആർട്ട് ക്ലാസ്സസിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം കൊറിയൻ പോപ്പ് ബാൻഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടം. ഓ അത് ശരി. അപ്പം ഇപ്പം ബ്ലാക്ക് പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പാട്ട് പാടി ചോദിച്ചു, മറ്റേ കൊറിയൻ പോപ്പിലെ കുട്ടികൾ പാടുന്ന പോലെ തന്നെ ഇല്ലേ മമ്മ പാടുന്നിട്ട്, മമ്മന്റെ പാട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ വെച്ചു കുശുമ്പുണ്ട്. അത് ശരി. അത് പിന്നെ അവരോരുത്തർ ഇഷ്ടമല്ലേ. അതെ, അത് പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ അത് വെറുതെ മനഃപൂർവ്വം പറയാതിരിക്കുന്നു ആവാം അല്ലെ, ചിലപ്പോ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ അവളുടെ സ്കൂളിലൊക്കെ പോകുമ്പം കൊറേ കുട്ടികൾ വന്ന് എന്നെ സംസാരിക്കുന്നതും അത്ര വലിയ ഇഷ്ടമല്ല. മമ്മ എന്തിനാ ഉള്ളിലേക്ക് കയറി വന്നതൊക്കെ പറയും. അടിപൊളി. അപ്പൊ എന്തായാലും ബേസിക്കലി എന്നെ പോലെ തന്നെയാണ്. അതെ, സ്വഭാവവും ഛായയും എല്ലാം, കുശുമ്പും മടി എല്ലാം ഉണ്ട്. അപ്പൊ അതേപോലെ നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും. കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കാണാം ഇതേപോലെ ഗിറ്റാറും ഒക്കെ പിടിച്ച് ഭയങ്കര പാട്ടൊക്കെ പാടി. അങ്ങനെ ആവട്ടെ. പിയാനോ ഒക്കെ വായിക്കും ഡാഡി. പിയാനോ ഒക്കെ പക്ഷെ പറഞ്ഞ മാതിരി കൺസിസ്റ്റൻസി കുറവുണ്ട്. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലേക്കായി. ശരി. അപ്പൊ ഇനിയിപ്പോ നമ്മള് സൈനോറ എന്ന സിംഗറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, സിംഗറാണ്, അതുപോലെ ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്, സ്റ്റേജ് പെർഫോമർ ആണ്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി നൽകുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ്? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഡിഫറെന്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ബേസിക്കലി ഇപ്പം ഡബിങ് ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടാണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും സ്റ്റേജ് ഷോ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കമ്പോസിങ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ തോട്ട് പ്രോസസ്സിലും കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം സ്റ്റേജ് പ്രോഗ്രാമിലാകുമ്പോൾ സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് സ്പോണ്ടേനിയസ് ആയിരിക്കണം. എന്താണോ കാണികൾക്ക് വേണ്ടുന്നത് അത് വേറെ രീതിയിലാണ് അത് ചിന്തിച്ചിട്ട് ഞാനത് ചെയ്യുന്നത്. പിന്നെ കമ്പോസ് ചെയ്യുമ്പം മിക്കവാറും പാതിരാത്രി ഒരു 12 മണി 1 മണി 2 മണി സമയത്ത് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഞാൻ പാഷനറ്റ് ആണ് ബേസിക്കലി. എങ്ങനെയാണ് സായയുടെ ഒരു ഫ്രണ്ട് സർക്കിൾ? ഞാൻ കുറെ ഫോട്ടോസിലൊക്കെ, അതായത് ഭാവനയായിട്ട് നല്ല ക്ലോസ് ആണ്, പിന്നെ രമ്യ അല്ലെ, ഭാവി, രമ്യ, മൃദു, ശില്പ, ഷഫ്ന, ആ ഒരു ഗ്യാങ് ഉണ്ട് എനിക്ക്. ആ ഭാവനയുടെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു, ഡാൻസും ഹൽദി. എല്ലാരും ചോദിക്കും ആ ഗ്രൂപ്പിൽ എങ്ങനെ നീ എത്തപ്പെട്ടത്? ഞാൻ ഒരു സിംഗർ, ബാക്കി എല്ലാവരും ആക്ട്രസസ് ഒക്കെയാണ്. എങ്ങനെ എത്തപ്പെട്ടു ശരിക്കും? പണ്ട് ഭാവിന്റെ കൂടെ ഒരു 10-15 വർഷം മുൻപ് ഒരു 1 month ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഭാവനയായിട്ട് കൂടുതൽ കമ്പനി ആയത്. അപ്പൊ അങ്ങനെ ഭാവി ത്രൂ ആണ് ബാക്കി എല്ലാവരും പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്. ഇനി നമുക്ക് അതായത് ഒരു ഗെയിം കളിച്ചാലോ? ഇത് എന്ത് ഗെയിം?
അതായത് രമണ, ഈ ഗെയിമിൽ ഞാനൊരു ഹെഡ്ഫോൺ തരും, അപ്പൊ അത് വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഫിലിം ഡയലോഗ്സ് ആയിരിക്കും പറയാം. അതായത് ഭയങ്കര ഫേമസ്. ലിപ് റീഡ് ചെയ്യണം. ലിപ് റീഡ് ചെയ്ത് പറയണം. ഓക്കെ അല്ലേ? നോക്കാം. അപ്പൊ ആ ഒരു ഹെഡ്ഫോൺസ് വരട്ടെ. ആ ഫസ്റ്റത്തെ പറയണേ. പോയി കിടന്നുറങ്ങു പെണ്ണെ, പോയി കിടന്നുറങ്ങു പെണ്ണെ. കിട്ടി. പറയട്ടെ. പോയി കിടന്നുറങ്ങു പെണ്ണെ. അടിപൊളി. അടുത്തത് പണി പാളിന്നാ തോന്നുന്നു. പണി പാളിന്നാ തോന്നുന്നു. പാട്ട് പാടിയില്ലെന്നാ തോന്നുന്നത്. വെരി ഗുഡ്. അല്ലേ? പണി പാളി എന്നാ കേൾക്കുന്നില്ലടോ, ഒരു മിനിറ്റ്. അതെടുക്കാൻ പാടില്ല. അല്ല, എന്തിനാ ആൻസർ? ഇല്ല, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാ. ഓ അങ്ങനെ. പണി പാളി എന്നാ തോന്നുന്നേ. പണി പാളി. പാട്ട് പാടി എന്നാ തോന്നുന്നത്. പാട്ടില്ല. പണി നീ പാളി എന്നാ തോന്നുന്നേ. പണി പാളി എന്നാ തോന്നുന്നു. എന്ത് പറ്റി രമണ? അത് കിട്ടി എനക്ക്. എന്ത് പറ്റി രമണ? ഞാൻ കേട്ടു പോയേട്ടാ. എങ്ങനെ? അത് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചപ്പോ കേട്ടു. എന്ത് പറ്റി? അടുത്തത് ശരിക്കും വട്ടാണല്ലേ. ഒന്നുകൂടി. ശരിക്കും വട്ടാണല്ലേ. ശരിക്കും വട്ടാണല്ലേ. അടുത്തത് കഴിഞ്ഞാ? ഇല്ല. ഒന്നോ. ഭീകരനാണവൻ, കൊടും ഭീകരൻ. ഭീകരനാണവൻ, കൊടും ഭീകരൻ. ഭീകരനാണിവൻ, കൊടും ഭീകരൻ. അതെങ്ങനെ? അല്ലാതെ ആക്ഷനിൽ കിട്ടിയത്. ഇത് മൊത്തത്തിൽ പണി പാളാണല്ലോ എനിക്ക് രമണ. എന്ത് പറ്റി രമണ നിനക്ക്? ഞാൻ എല്ലാം തെറ്റിക്കാണല്ലോ. ഒന്നുകൂടെ. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഒന്നുകൂടി പറ. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എടാ കള്ള, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ആക്ഷൻ മാറ്റുന്നുണ്ടല്ലോ. ഇല്ല, ഇതിന് ഞാൻ പ്രത്യേകിച്ച് ആക്ഷൻ ഇടുന്നില്ല. അതെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അടുത്തത്. ഇതാരടോ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ. കിട്ടൂലോ, വലിയ എന്തൊരു സെന്റൻസ് ആണ്. അതെ, ഇതാര് യുദ്ധഭൂമിയിൽ ഒരു ഭടൻ. അത് കേട്ടു ഞാൻ. ഇതാര് യുദ്ധഭൂമിയിൽ ഒരു ഭടൻ. പുതിയൊരു ഭടൻ. ബുദ്ധിയുള്ള ഭടനാ. പുതിയൊരു ഭടൻ. മുടിയുള്ള ഭടനാ. പുതിയൊരു ഭടൻ. പുതിയൊരു ഭടൻ. ഇതാര് യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ. ഇതാരിത് പറഞ്ഞിരുന്നത്? ഇത് എന്തോ നടോ ഇത്. അടുത്തതാണ്, ശ്രദ്ധിക്കണം. പ്ലീസ് ഉപദ്രവിക്കും. പ്ലീസ്. മ്യൂസിക് എവിടെ? പൂച്ച എവിടെ എന്നാ? എന്തിന്? മ്യൂസിക് ഉണ്ടോ? ബുദ്ധി ഉണ്ടോ എന്നാ? ബുദ്ധിയുണ്ട്. എന്നാ പ്ലീസ് ഉപദ്രവിക്കരുത്. ഇപ്പൊ എനിക്ക് ശരിക്കും അടുത്ത പാട്ട് തുടങ്ങിയോണ്ട് ഞാൻ കേട്ട്. എന്ത് നിങ്ങൾ പറഞ്ഞത് കേട്ട്. എന്താ കേട്ടെ? പ്ലീസ് ഉപദ്രവിക്കരുത്. കളി നിർത്തണോ? നിങ്ങളൊന്നും പ്ലേ ചെയ്യും. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോ. നേരത്തെ പാട്ടേന് നല്ലത്, ഒന്നും കേൾക്കുന്നുണ്ടായിട്ടില്ലായിരുന്നു. ഓക്കെ, വോളിയം വയ്ക്കൂ. അടുത്തത് നോക്കൂ. ഹേ മിസ്റ്റർ, നീ ആ പഴയ പരിപാടി നിർത്തിയല്ലേ. മമ്മൂട്ടിന്റെ എന്തൊരു ഡയലോഗാ. പറ ഒന്നുകൂടി. നീ ആ പഴയ പരിപാടി നിർത്തിയല്ലേ. നീ ആ പഴയ പരിപാടി നിർത്തിയല്ലേ. നീ ആ പഴയ പരിപാടി. നീ ആ പഴയ പരിപാടി നിർത്തിയല്ലേ. ഗംഭീരമായിട്ട് കളിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ സയ ക്ഷീണിച്ചിങ്ങനെ തളർന്നിരിക്കാതെ. ഇത് കുറച്ച് ക്ഷീണമായി പോയി. പക്ഷെ ഉന്മേഷം തരാനായിട്ട് നമുക്ക് ഒരു അടിപൊളി പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു പാട്ടുകാരിയാണ് വരാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഗെയിം കളിച്ചതിന് ക്ഷീണമൊക്കെ മാറ്റാൻ. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദിവ്യ രവീന്ദ്രൻ.
കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. സോ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ ദിവ്യ. വിശേഷം ഇപ്പൊ കോവിഡ് അല്ലേ, അതാണ് പ്രത്യേകിച്ച് വിശേഷം. വിശേഷമൊന്നുമില്ല. സംഗീത ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പ്രോഗ്രാംസ് ഒക്കെ കുറവല്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ് ഇങ്ങനെ. പാട്ട് പഠിക്കാത്ത ഒരാളാണ് ദിവ്യ. അപ്പൊ എങ്ങനെയാണ് പാട്ടൊന്നും പഠിക്കാതെ ഇങ്ങനെ ഒരു ഇഷ്ടം വരാനും ഇങ്ങനെ ഇപ്പൊ ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനും ഒക്കെ? അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു, അത് കേട്ടിട്ട് ഞാൻ പാടി തുടങ്ങി. പിന്നെ സ്കൂളിലെ ടീച്ചർമാരെല്ലാവരുമാണ്. സയനോരയുടെ കൂടെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സായയുടെ മാരേജിനും മാരേജ് മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെന്നല്ലേ? അതെ അതിനുശേഷം ഇപ്പൊ റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിലാണ് പിന്നെയും കാണുന്നത്. ഏതൊക്കെ പാട്ട് പാടിണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? അന്ന് സായ വാടാ വാടാ പയ്യ പാട്ട് വെച്ചിട്ടാണ് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, ആ പാട്ടൊക്കെ പാടി. നിങ്ങൾ ഒരുമിച്ച് പാടിയിട്ടില്ല? ഇല്ല ഒരുമിച്ച് പാടി. ദിവ്യ എങ്ങനെയാണ് പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വാടാ വാടാ പയ്യ പോലത്തെ അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള പാട്ടുകളാണോ അതെയോ മെലോഡിയസ് സോങ്സ് ആണോ? ഇല്ല, എല്ലാ ടൈപ്പും പാടും. എല്ലാ ടൈപ്പും പാടും. ഈ ഗാനമേളയാണോ കൂടുതൽ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരു 20 വർഷം ആയിട്ട് ഈ ഫീൽഡിൽ വന്നു. ഈ ശരിക്കും ഗാനമേളയിൽ പാടുമ്പോ അതൊരു വല്ലാത്തൊരു ഹരാണല്ലേ, ആ ഓഡിയൻസിന്റെ അടുത്ത് അപ്പപ്പോ ഉള്ളൊരു അതായത് റെസ്പോൺസ് കിട്ടുന്നു. എന്തെങ്കിലും നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഷെയർ ചെയ്യാനുണ്ടോ ഗാനമേളയിലൊക്കെ പോകുമ്പോ? അങ്ങനെ ഓർമ്മ വരുന്ന പറഞ്ഞ് പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നും വരത്തില്ല, ഒരുപാടുണ്ട്. ഇപ്പൊ സായ തന്നെ എനിക്ക് ഓട്ടോഗ്രാഫൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ നാദങ്ങളായി പാടിയിട്ട് വന്നപ്പോ സായ പറഞ്ഞു, എന്തൊരു പാട്ടാടെ ഇത്, എന്തു പാട്ടായി പാടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പാട്ടാണ് പാടുന്നുണ്ട്? ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് തരാൻ വരൂ, നന്നായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞിട്ട് നോക്ക്. ഇല്ല നല്ല പോസിറ്റീവ് എനർജി ഉള്ള ആളാണ് സായ. അതെ കറക്റ്റ്. അത് ഞങ്ങളിങ്ങനെ സായയാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി. കാര്യം ഭയങ്കര ഹ്യൂജ് ഫാനാണ് ഞാൻ. അടിപൊളി. അപ്പൊ ഒരു ഫാൻ മൊമെന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.